ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ടുഡേ ഈ സൺഡേ ഗായ്സ്. അപ്പോൾ ഈ ഒരു ശനി ഇന്ന് ശനിയാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ എന്താക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് പിന്നെ ഇന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് ഹായിയല്ല ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സോ ഇതെപ്പോൾ അപ്ലോഡ് ചെയ്യും അതോ ഈ ഒരു ഡേ ഫുള്ളും ഞാൻ വീഡിയോ എടുക്കുന്നതല്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെയാണ് മറന്നുപോയി ഗൈസ് ഞാൻ എങ്ങനെ എടുക്കുക. അപ്പോൾ രാവിലെ എണീറ്റു, കുളിച്ചു, പല്ലിച്ചു, അതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കിയായിട്ട് ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയോളും കയറിക്കണേ. ഞാൻ പിന്നെ ഇതിന് വരുന്ന ആ ഒരു സമയം ബ്ലൈറ്റ് അടിയുണ്ടായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ വെറുതോളം ഇങ്ങനെ ഇതാക്കിയിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ ഞങ്ങൾ കണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോരോ ഇന്ത്യക്കാരുടെ വീട്ടിലും ഉണ്ടാവുന്ന സംഭവമാണ് കേട്ടോ. എങ്ങോട്ടേ പോകാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ അവസ്ഥയായിരിക്കും. പിന്നെ അവിടുന്ന് ഞങ്ങൾ എന്താക്കി ഉപ്പാൻ്റെ പേര് ഇങ്ങനെ പോവാണ്. പിന്നെ ഉപ്പ പറഞ്ഞു ഉമ്മ കേട്ടോ പറഞ്ഞ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, നല്ല ഒരു ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഉപ്പ പറഞ്ഞു ഓക്കെ പോവാന്ന് പറഞ്ഞിട്ട് വേറെ എങ്ങോട്ടോ പോവാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ദെൻ അത് നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ, നല്ലൊരു ബിഗ് ഔട്ടിംഗ് ഡേ ആയിരുന്നു. കുറച്ചും കൂടെ പറഞ്ഞില്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടെ ലിപ്സ്റ്റിക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വന്നിരുന്നു കേട്ടോ. ഇവിടെ എവിടെയാണെന്ന് അറിയില്ല, നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇതുപോലത്തെ കുടുംബത്തിനെ ഞാൻ ഇതുവരേക്കും കണ്ടിട്ടില്ല. അതായത് ഞങ്ങളെ വീട് കുറേ ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് ഒരു മിനിറ്റ് കൊണ്ട് ചേഞ്ച് ഓഫ് പ്ലാനിങ്. അതായത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് വന്ന് രണ്ടാമത്തെ പിന്നെ വീട്ടിലോട്ട് വരുന്ന വഴിന്ന് തിരിഞ്ഞ് വേറെ വഴി പോയി. ഇവരൊക്കെ ഭാവിയിൽ എങ്ങനെ രക്ഷപ്പെടുമോ? പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾക്ക് ബോട്ട് എത്ര മണിക്കാണ്? 12. ഞാൻ അന്വേഷിച്ചു
വ്ളോഗർ ഇടയ്ക്കിടയ്ക്ക് മാറും. കാരണം ഈ ഫോണൊക്കെ കയ്യിൽ പിടിച്ചെടുക്കുമ്പോൾ എനിക്ക് ഇത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ, എനിക്ക് കൈയൊക്കെ വേദന ആവൂലേ. അപ്പോൾ വ്ളോഗറൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടേ. അപ്പോൾ സംഭവം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ വളപട്ടണം അവിടെ ബോട്ട് ടെർമിനലിൻ്റെ അതിലൂടെ നമ്മൾ എന്താണ് പറശ്ശിനിക്കടവ് അവിടെ പോവാണ്. എന്തിനു ചോദിച്ചാൽ എന്തിനില്ല, ഫോർ നോ റീസൺ, ബട്ട് ലെറ്റ്സ് എൻജോയ് അവർ ലൈഫ് ഗൈസ്, മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. പെട്ടെന്ന് ഞങ്ങൾ പ്ലാന് മാറി. ഏതാ ഈ അന്തം കമ്മി എന്ന് ആരും ചോദിക്കരുത് ഗൈസ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ആ മറ്റേ ചക്രം പോലെ കറക്കുന്ന സാധനം അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പണ്ടത്തേതാണ് ആ മൂവീസിലൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. ബട്ട് അത് റിയൽ ആണ് ഗൈസ്. ഐ ലവ് ഇറ്റ്. ആൻഡ് ഞാനത് നോക്കി ടൈമിലൊക്കെ ടച്ച് ചെയ്ത് ആൻഡ് ഇറ്റ് ഫെൽസ് ഓ അൺറിയൽ ഗൈസ്. ആൻഡ് പിന്നെ ഈ ഒരു ഇതിൽ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. നോക്കി ഞാൻ ഗ്ലോ അടിക്കണല്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തിയ സമയം എല്ലാവരും കരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇതായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഇത്ര കേട്ടാൽ മതി, എൻ്റെ ചാനൽ അടിച്ചു കോപ്പി റൈറ്റ് ഇട്ട് കണ്ട് അതറിയങ്ങൾക്ക്. പിന്നെ ആ ഒരു കറക്റ്റിൻ്റെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്താ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ ബോൾഡിങ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എന്താണ് മന്തി ആയിരുന്നു കേട്ടോ. അവിടുത്തെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം ഒരു മറ്റ് ഗാർലിക്കി ആയിട്ട് തോന്നിയിട്ടില്ല. ഒരുപാട് ഗ്രാമ്പൂസൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കണ്ടപ്പോൾ ഞാനാകെ വീട്ടിൽ പോയി. പോർക്കിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഹലാലാണ്. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ എന്ത് ടേസ്റ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്നുണ്ടാവും ഹോട്ടൽ ഇതെന്താ ഈ ചെറിയ കിച്ചണിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ചെറിയൊരു കിച്ചണിൽ നിന്നല്ല ഇവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. കാണിച്ചു തരാം. അതാ കാണുന്ന കിച്ചൺ ഉണ്ടല്ലോ, അവിടെ നിന്ന് അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് നമുക്കവർ അത് തരും. അങ്ങനെയാണ്. ഐസ്ക്രീം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ചിലത് ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെ അവർ തന്നെ ഉണ്ടാക്കി തരും. അങ്ങനെയാണ്. അവിടുന്ന് ഞങ്ങളെ തുണിയത് അവിടെയുണ്ട്. തുണി 12 മണിക്കാണ് നമ്മൾ പ്ലാനിട്ട് 7 മണിക്ക് ഇറങ്ങി. 12 മണിക്ക് ഇത് പുറപ്പെട്ടിന്. ഇനി ഇതിനുള്ളിലേക്ക് കയറിയ എന്താ ഇത് പുറപ്പെട്ടാൽ ഇതിൻ്റെ ഉള്ളിൽ പാട്ടോട് പാട്ടായിരിക്കും. പിന്നെ ഒന്നിനും കഴിയാത്ത അവസ്ഥയായി, വെറും പാട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിയുമെന്ന് അറിയത്തില്ല. ഈ സ്ഥലത്തിന് ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ പോകണം. എന്നാലും നമ്മൾ തോണിൻ്റെ എത്തുകയുള്ളൂ. നമ്മുടെ തോണിൻ്റെ സ്ഥലം എത്തും. നമ്മൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ തോണി. നമ്മുടെ മൊത്തം നായ്ക്കളെ കൊട്ടാരം. ഇതാ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോവുകയാണ്. എന്നെ വിളിക്കുന്നുണ്ട് എന്തിനോ, ഐസ്ക്രീമിനായാൽ മതിയെന്ന്. എനിക്ക് ഐസ്ക്രീം അതിന്
യെസ് ഗായ്സ് ഐസ്ക്രീമാണ് ഐസ്ക്രീം കിട്ടി. നല്ല ഐസ്ക്രീം, നല്ല ഐസ്ക്രീം, നല്ല ഐസ്ക്രീം, നല്ല ഐസ്ക്രീം കിട്ടാനാട്ടോ. നല്ല ഐസ്ക്രീം കിട്ടാൻ വെരി. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും ബോട്ടിൽ തിരിച്ച് വളപട്ടണം പാലം വരെ അവിടെ ടെർമിനലിൽ അവിടെ വരെ പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് എന്താണ് കുറേ യാത്ര ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വീടിൻ്റെ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കരിമ്പ് ജ്യൂസ് വാങ്ങിച്ച് ഭയങ്കര റിഫ്രഷിങ് ആൻഡ് കോൾഡായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ ഒരുപാട് ഇടും കേട്ടോ. ഞാൻ ശ്രമിക്കും വീഡിയോസൊക്കെ ഇടാൻ. എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി മടിയാണ്, എങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ഗൈസ്.